ഇവാഞ്ചലിസ്റ്റ് ഭീകരർ കേരളത്തിലും. 2026 ഏപ്രിൽ ബംഗളൂരുവിലെ എമിഗ്രേഷൻ വിഭാഗം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരാളെ പിടികൂടി. മൈക്ക മാർക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സ്വദേശിയാണ് പിടിയിലായത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകളും തീവ്രവാദ ബന്ധവും പുറത്തു വന്നത്. ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ ഇഡിക്ക് കൈമാറി. പ്രാഥമികമായുള്ള ചോദ്യം ചെയ്യലിന് ശേഷം സംശയാസ്പദമായ നിരവധി പണമിടപാടുകൾ ഇയാൾ നടത്തുന്നുണ്ട് എന്ന് എമിഗ്രേഷൻ വിഭാഗത്തിന് ബോധ്യമായി. അങ്ങനെ പ്രാഥമികമായ പരിശോധനകൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൈക്ക മാർക്കിനെ കൈമാറി. പിന്നീട് വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന അമേരിക്കയിലെ നോർത്ത് കരോലീന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം പിന്നീട് പോലീസ് 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ജോനാഥൻ എസ് രാജൻ, അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, സുപ്രീം ജോയ് എന്നിവരാണ് ഇഡിയുടെ പിടിയിലായത്. ഇതിലെ ഓരോരുത്തരുടെയും ചുമതലകൾ എന്താണ് എന്ന് ഇഡി പരിശോധിച്ചു. അതിലെ ജോനാഥൻ എസ് രാജൻ എന്ന് പറയുന്നയാൾ പ്രധാനമായും ഈ പറയുന്ന മാവോയിസ്റ്റ് മേഖലയിൽ മാവോയിസ്റ്റുകളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്തം. രണ്ടാമതായി ആദ്യം പിടിയിലായ ഈ മൈക്ക മാർക്ക് ചെയ്തിരിക്കുന്നത് ഏകോപനമാണ്. ഈ ഇവാഞ്ചലിസ്റ്റുകളുടെ മാവോയിസ്റ്റ് ഭീകരരുമായിട്ടുള്ള ബന്ധത്തെ മുതലെടുത്തുകൊണ്ട് പണം ഒഴുക്കി ആദിവാസി മേഖലയിൽ മതം മാറ്റുക എന്നുള്ള ആ ഒരു പൊതു ഉത്തരവാദിത്വത്തിന്റെ ഏകോപനമാണ് മൈക്ക മാർക്ക് നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇനി അജിത് വർഗീസ് മത്തായി, അയാൾ മലയാളിയാണ്. അയാളാണ് ഇന്ത്യയിലെ തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാൾ. ഇനി നാലാമൻ വർഗീസ് ചാക്കോ, അയാളും മലയാളിയാണ്. അയാൾ ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ളയാളാണ്. നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ മാവോവാദികൾ ഉള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡ്. ഇപ്പോൾ അതില്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ 2026 മാർച്ച് 31 ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ത്യയെ മാവോയിസ്റ്റ് മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു. അതോടുകൂടി ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിർജീവമായി. ഇന്ത്യയിൽ തന്നെ മാവോയിസ്റ്റ് മേഖലകളെല്ലാം തന്നെ നിർജീവമായി. അവിടെ കൊല്ലേണ്ടവരെ കൊന്നു, പിടികൂടേണ്ടവരെ പിടികൂടി, കീഴടങ്ങേണ്ടവർ വന്ന് കീഴടങ്ങി. അങ്ങനെ ഇന്ത്യ ഇപ്പോൾ മാവോയിസ്റ്റ് മുക്ത രാജ്യമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് പ്രവർത്തനം നടന്നിരുന്ന കാലത്ത് അവിടെ ആദിവാസികളെ മതം മാറ്റാനും അവിടേക്ക് തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ പണം ഒഴുക്കാനും നേതൃത്വം നൽകിയ ആളാണ് വർഗീസ് ചാക്കോ. ഇനി അടുത്തത് ബബ്ലു കുർമി. അയാളുടെ ചുമതല അസമിൽ ഈ മാവോയിസ്റ്റ് മേഖലയിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ വർഗീസ് ചാക്കോ എങ്ങനെയാണോ ഛത്തീസ്ഗഡിൽ പ്രവർത്തിച്ചത്, സമാനമായ രീതിയിലാണ് അസമിൽ ബബ്ലു കുർമി പ്രവർത്തിച്ചത്. അവിടുത്തെ ആദിവാസികളെ പണം നൽകി ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക. ഇനി സുപ്രീം ജോയ് എന്ന് പറയുന്ന ആളുടെ ചുമതല പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. ഇവിടെ മൈക്ക മാർക്കിനെ പിടികൂടിയ ആ നിമിഷം ഇഡി പരിശോധിച്ചപ്പോൾ ആ നിമിഷം അമേരിക്കയിലെ ഇവരുടെ പ്രധാനപ്പെട്ട മുഖ്യ കേന്ദ്രമായിട്ടുള്ള നോർത്ത് കരോലിനയിലെ ബാങ്കിലെ ഇവരുടെ ഇടപാട് അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ട് ഫ്രീസായി എന്നുള്ളതാണ്. അതായത് ഇവിടെ മൈക്ക മാർക്ക് അറസ്റ്റിലാകുന്നു, നോർത്ത് കരോലിനയിലെ തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആകുന്നു. ഇത് ഇഡിയുടെ നിർണായകമായിട്ടുള്ള ഒരു വിവരമായി ഇഡി ശേഖരിച്ചു. പിന്നീട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കർണാടക, ഛത്തീസ്ഗഡ്, അസം ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഇവർ പണം ഒഴുക്കിയിരുന്നത്. 2019 മുതൽ ഫെറ നിയമം ലംഘിച്ചുകൊണ്ടായിരുന്നു ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഈ ഇവാഞ്ചലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ പ്രവർത്തനം. ഫെറ നിയമം നമുക്കറിയാമല്ലോ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ്. ആ ആക്ട് ലംഘിച്ചുകൊണ്ടാണ് ഈ ഇവാഞ്ചലിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരവാദികളുമായി ചേർന്നുകൊണ്ട് ഭീകരപ്രവർത്തനം നടത്തുന്നതിന് പണം കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ആദിവാസികളടക്കമുള്ള
പിന്നോക്ക ജനവിഭാഗങ്ങളെ, അതായത് ദാരിദ്ര്യരേഖയിൽ കഴിയുന്നവരെ മാവോയിസ്റ്റ് ഭീകരരുടെ സഹായത്തോടുകൂടി ഇവർ മതം മാറ്റിക്കൊണ്ട് ഇരുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ UAPA ചുമത്തിയിരിക്കുകയാണ്. മാവോയിസ്റ്റ് മേഖലയിൽ ഇവരെങ്ങനെയാണ് കടന്നു കയറിയത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ED പറയുന്നത് മാവോയിസ്റ്റ് ഭീകരർക്ക് ആയുധം വാങ്ങാനടക്കമുള്ള പണം ഇവർ നൽകും. അതിനുശേഷമാണ് ഇവർ മാവോയിസ്റ്റുകളുടെ മറവിൽ ആദിവാസികളെ വൻതോതിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. കേരളം, ഛത്തീസ്ഗഡ്, അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഇവർക്ക് വലിയ വേരുകളാണ് ഉള്ളത്. മാവോയിസ്റ്റ് ഭീകരവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ഇവർ വലിയ തോതിൽ ബന്ധം ഉറപ്പിച്ചിരിക്കുന്നു. വലിയൊരു നെറ്റ്വർക്ക് തന്നെ തിമോത്തി ഇനിഷ്യേറ്റീവ് കെട്ടിപ്പടുത്തിരിക്കുന്നു എന്ന് EDക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. 40 ലക്ഷം രൂപയാണ് ഏപ്രിലിൽ ഇവരുടെ വിവിധ സങ്കേതങ്ങളിൽ നിന്ന് ED പിടിച്ചെടുത്തത്. ഏപ്രിൽ മാസത്തിൽ മാത്രം തിമോത്തി ഇനിഷ്യേറ്റീവ് ഇന്ത്യയിൽ ഇവരുടെ 1000-ഓളം വരുന്ന അമേരിക്കൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് 92,55 ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ നിന്ന് ഇവർ പിൻവലിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായിട്ടുള്ള ബാങ്കിൽ നിന്നാണ് ഇവർ ഇത്രയും പണം പിൻവലിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഇവരുടെ മലയാളി ബന്ധം? അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവർക്ക് കൃത്യമായി തന്നെ മലയാളികളുമായി ബന്ധമുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ വർഗീസ് ചാക്കോയും അജിത് വർഗീസ് മത്തായുമാണ് ഇവർ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലേക്ക്, ഛത്തീസ്ഗഡിലും അസമിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന ചില പെന്തക്കോസ്ത് സഭകൾക്ക് ഇവർ പണം കൈമാറിയിട്ടുണ്ട് എന്നാണ് EDയുടെ ബലമായ സംശയം. എന്നാൽ ഏതെല്ലാം പെന്തക്കോസ്ത് സഭകൾക്കാണ് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ED പുറത്തുവിട്ടിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ കേരളത്തിലടക്കമുള്ള പെന്തക്കോസ്തുകൾക്ക് ഈ ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദികൾ, മാവോയിസ്റ്റ് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദികൾ, തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന മാവോയിസ്റ്റ് ഭീകരവുമായി കൂട്ടുചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇവാഞ്ചലിസ്റ്റ് ഭീകരവാദികൾക്ക് മലയാളികളുമായി അടുത്ത ബന്ധമുണ്ട്. ഛത്തീസ്ഗഡിലും അസമിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭകൾക്ക് ഇവർ കൃത്യമായി പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ വെളിപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തതായി ED അന്വേഷിക്കുന്നത് കേരളത്തിലെ ഏതെല്ലാം പെന്തക്കോസ്ത് സഭകൾക്ക് ഈ പറയുന്ന 2 പേർ, അതായത് അജിത് വർഗീസ് മത്തായിയും വർഗീസ് ചാക്കോയും, ഏതെല്ലാം പെന്തക്കോസ്ത് സഭകൾക്കാണ് കേരളത്തിലടക്കം പണം വിതരണം ചെയ്തത്. ഇവിടുത്തെയും മാവോയിസ്റ്റ് മറ പറ്റിയാണ്, കേരളത്തിലെയും മാവോയിസ്റ്റ് മറ പറ്റിയാണ് തിമോത്തി ഇനിഷ്യേറ്റീവ് കേരളത്തിലും പ്രവർത്തനം വ്യാപിപ്പിച്ചത്. നമുക്കറിയാമല്ലോ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 6ഓളം മാവോയിസ്റ്റ് തീവ്രവാദികളെ കേരളത്തിൽ തന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളുടെ മറവിലാണ് ഈ ഇവാഞ്ചലിസ്റ്റ് ഭീകരവാദികൾ കേരളത്തിലും പണം ഇറക്കിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ വ്യക്തമാകും. ഏതെല്ലാം പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്കാണ് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഭീകര സംഘടന, ഭീകരവാദികളായിട്ടുള്ള മാവോയിസ്റ്റുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടന പണം കൈമാറിയത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. മാത്രമല്ല, ഈ 2 പേരെ, ഇവരാണ് 2 പ്രധാന പ്രതികൾ. അജിത് വർഗീസ് മത്തായി സാമ്പത്തിക ഇടപാട്, തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിക്കുന്ന അജിത് വർഗീസ് മത്തായിയും വർഗീസ് ചാക്കോയാണ് ഛത്തീസ്ഗഡിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഈ 2 പേർ വഴി കേരളത്തിലേക്കും അസമിലേക്കും, ഈ പറയുന്ന കർണാടക, തമിഴ്നാട്, അസം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ പണം ഒഴുകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ 1000-ഓളം അമേരിക്കൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് 92,55 ലക്ഷം രൂപ പിൻവലിച്ചത്. ഈ തുക എവിടെയെല്ലാം ആർക്കെല്ലാം വീതിച്ച് നൽകി എന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ED ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായി തന്നെ വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഏത് പെന്തക്കോസ്ത് സംഘടനകൾക്കാണ് ഇവർ കേരളത്തിൽ പണം മുടക്കിയത് എന്ന് കൃത്യമായി തന്നെ വ്യക്തമാകും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.